എല്ലാ വർഷവും മാർച്ച് 9 മുതൽ 15 വരെ നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ സ്ലീപ്പ് അവയർനെസ് വീക്കായി ആചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉറക്കം ഇത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നിത്യജീവിതത്തിൽ എന്നും ഒരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? IHMA സ്പന്ദനം ഹെൽത്ത് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷെഫ്ന TP, ഡൂയിങ് MD ഇൻ ഹോമിയോപ്പതി. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണല്ലോ ഉറക്കം. ഒരു ക്വാളിറ്റി സ്ലീപ്പിലൂടെ നമ്മൾ മാനസികമായും ശാരീരികമായും ഫ്രഷ് ആവുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ക്വാളിറ്റി സ്ലീപ്പ്? ബെഡ് ടൈമിൻ്റെ 85% നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ, അതിനിടയിൽ ഒന്നിൽ കൂടുതൽ തവണ എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ക്വാളിറ്റി സ്ലീപ്പായി പരിഗണിക്കാം. ഓരോ പ്രായത്തിലും ആവശ്യമായ ഉറക്കിൻ്റെ തോത് വ്യത്യസ്തമാണ്. ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ 3 മാസം കുട്ടി 16 മുതൽ 18 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് 4 മാസം മുതൽ 1 വയസ്സുവരെ കുട്ടി 12 മുതൽ 14 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഈ ടോഡ്ലർ പീരിയഡ്, അതായത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ 11 മുതൽ 13 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതായുണ്ട്. അത് കഴിഞ്ഞ് ഈ കുട്ടികൾ അംഗൻവാടിയിലും പ്ലേ സ്കൂളിലും ഒക്കെ പോകുന്ന സമയം, അതായത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ കുട്ടികൾ 10 മുതൽ 12 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതുണ്ട്. പഠനത്തിൻ്റെയും മറ്റു പല കാര്യങ്ങളുടെയും ഇടയിൽ കൃത്യമായ ഉറക്കം ലഭിക്കാത്ത ഒരു സമയമാണ് ടീനേജ് അഥവാ കൗമാരപ്രായം. ഈ സമയത്ത് കൃത്യമായി 8 മുതൽ 10 മണിക്കൂർ വരെ ഉറങ്ങുന്നത് നല്ല ഓർമ്മശക്തിയും ഉന്മേഷവും ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ മിനിമം ഒരു 7 മണിക്കൂർ ഉറങ്ങാനായി ശ്രദ്ധിക്കുക. അതിന് കുറച്ചുകൂടി കഴിയുമ്പോൾ, അതായത് ഒരു 65 വയസ്സിന് മുകളിലൊക്കെ ആവുമ്പോൾ മിനിമം ഒരു 9 മണിക്കൂർ ഉറങ്ങാനായി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം എത്രത്തോളം ശ്രദ്ധ പുലർത്തിയാലും നമ്മുടെ പല ശാരീരിക മാനസിക പ്രയാസങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ അമിതമായ ജോലികൾ കൊണ്ടും, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് കൊണ്ടും നമുക്ക് കൃത്യമായ ഉറക്കം കിട്ടണമെന്നില്ല. പലപ്പോഴായി പേഷ്യൻസ് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ്, നന്നായി ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രാത്രി ഒന്ന് എണീറ്റ് പോയാൽ പിന്നെ ഉറക്കം വരുന്നില്ല എന്നൊക്കെ. വലിയ സീരിയസ് ആയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു ക്വാളിറ്റി സ്ലീപ്പ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. വൈകുന്നേരങ്ങളിലും രാത്രി സമയങ്ങളിലും ചായയോ കാപ്പിയോ കുടിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ പുകവലി, മദ്യപാനം ഇവയും ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കുന്നതിനു വേണ്ടി ഒന്ന് കുളിക്കുന്നത് നന്നാവും. അതുപോലെ നല്ല മ്യൂസിക് കേൾക്കുന്നതും നല്ല മാഗസിൻസ് വായിക്കുന്നതും നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നതാണ്. ബെഡ്റൂമിൻ്റെ അന്തരീക്ഷം നല്ല ശാന്തമായി വെക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നതാണ്. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുന്നെയെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. വയർ നിറയെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നത് നെഞ്ചിരിച്ചിൽ പോലെയുള്ള അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പകൽ സമയത്ത് നന്നായി വ്യായാമം ചെയ്യുന്നതും കിടക്കുന്നതിനു മുന്നേ നമ്മുടെ ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതും നന്നായി ശ്വാസോച്ഛ്വാസം എടുക്കുന്നതും നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നതാണ്. പക്ഷേ ഉറങ്ങുന്നതിന് 4 മണിക്കൂർ മുന്നേ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാതെ സൂക്ഷിക്കുക. ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത്, അതായത് മൊബൈലോ അല്ലെങ്കിൽ TVയോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉപയോഗിക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടും ഒഴിവാക്കുക. ഇതിനു പുറമെ ഗർഭിണികളിലും ആർത്തവ വിരാമമെത്തിയ സ്ത്രീകളിലും ഹോർമോണൽ വ്യതിയാനങ്ങളുടെ കാരണമായി ഉറക്കക്കുറവ് കാണാറുണ്ട്. ഇത്തരത്തിലുള്ള സ്ത്രീകൾ അവരുടെ ഭക്ഷണത്തിൽ കൂടുതലായി പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വർഷത്തെ സ്ലീപ്പ് അവയർനെസ് വീക്കിൽ ഏവർക്കും ഒരു നല്ല ക്വാളിറ്റി സ്ലീപ്പ് ആശംസിക്കുന്നു.